ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഭൂമി മലയാളത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വശത്ത് നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവകാശം ഉള്ളത് രാഹുൽ ഈശ്വറിന് മാത്രമാണ്. വേറെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നാണം കെട്ടവന്മാരും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരും വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാണ്. രാഹുൽ ഈശ്വരൻ മാത്രമാണ് എല്ലാ വിഷയത്തിലും ധാർമ്മികയുടെ ഭാഗത്ത് നിന്ന് ധാർമ്മികമായിട്ട് പ്രതികരിക്കുന്ന ആള്. അയാൾ ഈ ചെയ്യുന്നത് സേവനമാണ്. ബാക്കിയുള്ളവരൊക്കെ വെറും നാണം കെട്ടവരാണ്. ബാലഭാസ്കറിന്റെ വിഷയത്തിൽ അതിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കുന്നവർ, യൂട്യൂബിൽ പ്രത്യേകിച്ച് സംസാരിക്കുന്നവരെ കുറിച്ചാണ് രാഹുൽ ഈശ്വറിന്റെ ഈ പരാമർശം. അൺപോപ്പുലർ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ കിട്ടുമെന്നുള്ള ഒരു സൈക്കോളജി ഉപയോഗിച്ച് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിന് അറിവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അറിവൊക്കെ ഉണ്ട്, വായിക്കുന്നുണ്ട്, പല വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ കിട്ടും എന്ന സൈക്കോളജി ഉപയോഗിക്കുന്ന ഒരാൾ മാത്രമായിട്ടാണ് എനിക്ക് രാഹുൽ ഈശ്വറിനെ കുറിച്ച് തോന്നിയിട്ടുള്ള. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താ, ദിലീപിന്റെ വിഷയത്തിൽ എന്താ, ഈ വിഷയത്തിലൊക്കെ വേട്ടക്കാരോടൊപ്പം നിന്ന് സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് ഈ പ്രതികരണത്തിലൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന, യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട്, എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്? അതായത് ബാലഭാസ്കറിന്റെ കൂടെ കോളേജുകൾ അറിയാവുന്ന ഒരാളാണ്. സമ്മതിച്ചു. മിസ്റ്റർ പെരേര, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നാണം കെട്ടവരാണ്, വലിയ ഉളുപ്പില്ലാത്തവരാണ്, വീഡിയോ ഉണ്ടാക്കുന്നവരാണ്. ഈ പ്രകാശൻ തമ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. നിങ്ങൾ സർവജ്ഞപീഠം കയറിയ വ്യക്തിയാണല്ലോ എല്ലാ വിഷയത്തിലും. ഈ പ്രകാശൻ തമ്പിയെക്കുറിച്ച്, അർജുനെക്കുറിച്ച്, ജമീലിനെക്കുറിച്ച്, ഇവരൊക്കെ ബാലഭാസ്കറിന്റെ കൂടെയുള്ളവരാണ്. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ബാലഭാസ്കറിനെയും ലക്ഷ്മിയും വളരെ അടുത്തറിയുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ ഉഡായിപ്പാണെന്ന് രാഹുൽ ഈശ്വരൻ അറിയില്ലായിരുന്നു. ഇത്ര അടുത്ത് കൂടെ നടന്നാലും തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരാൾ അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ജസ്റ്റ് ബിക്കോസ് എൻ്റെ സീനിയർ ആയിരുന്നു, ഞാൻ അവർ അടുത്തറിയുന്നവരാണ്, പരിപാടിക്കൊപ്പം പോയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഒരു ബോധ്യമില്ലാന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന പ്രകാശൻ തമ്പിയും അർജുനും ജമീലും ഒക്കെ സ്വർണ്ണക്കടത്ത് മാഫിയുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് നിങ്ങൾ അറിയാതെ പോയത്. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണോ? അതുപോട്ടെ, എന്തായാലും നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ദുരൂഹതകൾ പറയുന്നവരെ കുറിച്ചാണ്. ദുരൂഹതകൾ പറഞ്ഞ ഒരു 2 പേരുടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്ന്, കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട് രാഹുലെ. കേരള ഹൈക്കോടതി 2019 ഇതിലെ ചില ചോദ്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിനി വായിക്കാൻ പോകുന്നത്. 21 കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ, കാരണം അത്രയും വായിച്ച് സമയം കളയുന്നില്ല. 21 കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഗൂഗിൾ അവൈലബിളാണ്. ഇത് കേട്ടതിന് ശേഷം രാഹുൽ ഈശ്വർ പറയണം, കേരള ഹൈക്കോടതി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ 21 ചോദ്യങ്ങൾ CBIയുടെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ടോ ഈ ദുരൂഹതകളൊക്കെ വിറ്റ് കാശാക്കുന്നതിന് വേണ്ടി? എന്തായാലും നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രകാശ് തമ്പി, an accused in gold smuggling case, hid Balabhaskar's phone in his puja room and refused to hand it over the gadgets to Balabhaskar's wife despite repeated request. ഈ ഒരു കാര്യത്തെക്കുറിച്ച് യൂട്യൂബിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് പൂജാമുറിയിൽ ബാലഭാസ്കർ ബാലുവിന്റെ ഫോൺ വാങ്ങിക്കൊണ്ടുപോയി പൂജിക്കാൻ വെച്ചത്? ഭാര്യ വീണ്ടും ചോദിച്ചിട്ടും എന്തുകൊണ്ട് പ്രകാശൻ തമ്പി കൊടുത്തില്ല? ഇതിലൊന്നും ദുരൂഹതയില്ല കേട്ടോ.
Prakash and Vishnu Somasundaram, who were arrested in connection with gold smuggling case, underwent preventive detention under Coffee Posa. പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരം പിന്നീട് കോഫെ പോസ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. ഇവര് ബാലുവിന്റെ സൗഹൃദത്തിലുള്ളവരാണ്. തമ്പിക്കുട്ടൻ, ജമ്മു, അപ്പു, ഇങ്ങനെയൊക്കെയാണ് അവരെ വിളിച്ചിരുന്നത്. ഇതിൽ ദുരൂഹതയൊന്നുമില്ല. Balabhaskar's sudden change of plan to return to Thiruvananthapuram on the night of September 24, 2018 and conflicting reports about a proposed meeting with the music director, ഒരു സിനിമയുടെ സംഗീത സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞതുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന കാര്യം അതിന്റെ ലിറിക്സ് ചെയ്ത വ്യക്തി തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കായിരുന്നു. അവിടെ ബാലഭാസ്കറിന്റെ പ്രസൻസ് അത്യാവശ്യമായിരുന്നില്ല എന്ന് ഒരു ദുരൂഹതയുമില്ല. Prakash withdrawal of rupees 25,000 from an ATM near an accident scene just hours before the accident. ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തെ ATMൽ നിന്ന് ആക്സിഡന്റ് നടക്കുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് 25,000 രൂപ പ്രകാശ് തമ്പി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഒരു ദുരൂഹതയുമില്ല. The decision to shift the injured to a private hospital, Anandapuri, rather than nearby well-known hospitals. The medical directors of Sri Uttradam Tirunal Hospital SUD, which is close to the site, also happens to be the close relative of Balabhaskar and was never consulted. എന്തിന് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി? അവിടെ തൊട്ടടുത്ത് SUD ഉണ്ട്, ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലുണ്ട്, ഇതിനേക്കാൾ അടുത്തായിരുന്നു. അങ്ങോട്ട് മാറ്റാതെ എന്തുകൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി? ഈ ഒരു ഹോസ്പിറ്റല് ഇവിടെ ഒരു ക്ലോസ് റിലേറ്റീവ് ജോലി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് SUTയിൽ. അപ്പോൾ കൂടുതലൊരു സാഹചര്യം അങ്ങോട്ട് മാറ്റാനായിരുന്നു. എൻ്റെ അങ്ങോട്ട് മാറ്റാതെ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സംശയമാണ് പ്രകാശ് കണക്ഷൻ വിത്ത് അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് ഹിസ് കളക്ഷൻ ഓഫ് ബാലഭാസ്കർ തമ്പ് ഇംപ്രഷൻ വൈൽ അറ്റ് ദ ഹോസ്പിറ്റൽ. ഈ അനന്തപുരി ഹോസ്പിറ്റലിന് പ്രകാശൻ തമ്പിയുമായിട്ടുള്ള ബന്ധം, അവിടെ വെച്ച് എന്തിനാണ് ബാലഭാസ്കറിന്റെ തമ്പ് ഇംപ്രഷൻ എടുത്തത്? ഒരു ദുരൂഹതയും ഇല്ല അല്ലേ രാഹുലെ? ഇത് പറയുന്ന ഹൈക്കോടതി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കുന്നതാ. ഇനി പ്രകാശ് എഫോർട്ട് ടു ചെക്ക് CCTV ക്യാമറ ഫുട്ടേജ് ഫ്രം എ ജ്യൂസ് ഷോപ്പ് ബാലഭാസ്കർ വിസിറ്റഡ് ഓൺ ദ ഡേ ഓഫ് ദി ആക്സിഡന്റ്. അതായത് ബാലഭാസ്കർ ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്ന കടയിൽ പോയി CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പ്രകാശൻ തമ്പി കാണിച്ച ആവേശം ഒരു ദുരൂഹതയുമില്ല. ഇതൊക്കെ ആരാമെന്ന് അന്വേഷിക്കേണ്ടത് നാസയോ അല്ലെങ്കിൽ ഇന്റർപോളോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളോ? ഇവരൊക്കെയാണ് ഒന്ന് അന്വേഷിക്കേണ്ടത്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ദി ആബ്സെൻസ് ഓഫ് സീറ്റ് ബെൽറ്റ് ഓൺ ഡ്രൈവർ അർജുൻ അറ്റ് ദ ടൈം ഓഫ് ആൻ ആക്സിഡന്റ് വൈൽ ദ ഫ്രണ്ട് പാസഞ്ചർ ലക്ഷ്മി വാസ് വിയറിംഗ് എ സീറ്റ് ബെൽറ്റ് ആൻഡ് സഫേർഡ് സീരിയസ് ഇഞ്ചുറീസ്. അത് സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന അർജുന് കാര്യമായ പരിക്കൊന്നുമില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടവർക്ക് പരിക്ക്. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു പിന്നിലിരുന്ന ആള് എങ്ങനെ കൂടുതൽ ഇഞ്ചേർഡായി? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹൈക്കോടതിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയാണോ? ഇതും ഫെഡറൽ പോലീസോ അല്ലെങ്കിൽ ഇന്റർപോളോ ഒന്ന് അന്വേഷിക്കണം. ഇത്തരത്തിൽ നിരവധിയിലെ ദുരൂഹതകൾ ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്നതേയുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കേട്ടുണ്ടെങ്കിൽ ആളുകൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ്, ആളുകൾ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്. നാണമില്ലൂടെ ഇതൊക്കെ വന്നിരുന്നു പറയാനായിട്ട്. നിങ്ങൾ ആരെ വേണേലും ന്യായീകരിച്ചോളൂ, ഏത് വേട്ടക്കാരൻ്റെ ഒപ്പം ഓടിക്കോളൂ, ഏത് ഇരയെ അപമാനിച്ചോളൂ. ചൈനയിലെ യൂണിവേഴ്സിറ്റി കിടക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇരയെ അപമാനിച്ച വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ചൈനയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ കേരള ഹൈക്കോടതി ഉന്നയിച്ച ഈ വിഷയങ്ങൾ അതൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങളൊരു ലോ സ്റ്റുഡന്റ് അല്ലേ? ലോ സ്റ്റുഡന്റ് ആണോ ലോ പാസ്സായത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നിയമം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് എൻ്റെ അറിവ്. രണ്ടാമത്തേത് പ്രിയ വേണുഗോപാൽ പറയുന്ന ഒരു കാര്യം. അവരുടെ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ കോൺട്രഡിക്ഷൻ പറയുന്നവരുണ്ട്. ഇനി അവരും വ്യൂസ് കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലേ? അവർ നാണം കെട്ട പരിപാടി ചെയ്യുന്നവരായിരിക്കും. വേറൊരു ദൃക്സാക്ഷി നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ നന്ദുവിൻ്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കലയിലേക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ആദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നന്ദു പറയുന്നുണ്ട് കമ്പിപ്പാരയൊന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ, കാരണം വിൻഡോ ഗ്ലാസ് ഷാറ്റേഡ് ആയിരുന്നു. അപ്പോൾ ഒന്ന് പിടിച്ച് കുലുക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു. എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോർ തുറന്നത്. അതിനുശേഷമാണ് ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. ഈ നന്ദു എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്ക് കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പിന്നീട് പ്രിയ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം ഞാൻ പറയാം. ലക്ഷ്മിയെ പരാമർശിക്കുന്നത് കൊണ്ട് ദയവേത് ലക്ഷ്മിയെ ഞാൻ സൈബർ ബുള്ളിങ് ചെയ്യാണെന്ന് പറയല്ലേ. ആ വിഷയത്തിലുള്ളതുകൊണ്ട് പറയണം. നമ്മൾ ലക്ഷ്മി പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈബർ ബുള്ളിങ് ആണെന്ന് പറയുക. എന്താണ് ചോദിച്ചതെന്ന് പറയാൻ നോക്കില്ല. അതിൻ്റെ ഇടയിൽ അപ്പം തന്നെ വന്ന് കമൻ്റ് ഇടും.
അവരൊരു ഭാര്യയാണ്, അമ്മയാണ്, ഭർത്താവും മകൾ ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു, അവർ ആക്സിഡൻറ്റിൽ ഒരു സർവൈവറാണ്. ഇതെല്ലാം അങ്ങേയറ്റം മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഇതിനുമുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സൈബർ ബുള്ളിങ് എന്ന ചീട്ടുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ലക്ഷ്മിയുടെ വയറിൻ്റെ ഭാഗത്ത് മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ളൊരു മുറിവ്, കത്തി പോലുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ളൊരു മുറിവ് കണ്ടു എന്ന് പറയുന്നു. കലാഭവൻ സോബി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പാര കൊണ്ട് കുത്തിപ്പൊളിച്ചപ്പോൾ ഉണ്ടായ പാടാണെന്നാണ്. ഇപ്പോൾ ഇതിൽ പറയുന്നു പാരയൊന്നും കൊണ്ട് കുത്തിപ്പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല, തട്ടിയപ്പോൾ തന്നെ ചില്ല അടർന്നു വീണു, അപ്പോൾ അതിൽ നിന്ന് ആളുകൾ എടുക്കാൻ പറ്റി. ഇങ്ങനെ വരുന്ന കോൺട്രഡിക്ഷൻസിൽ ഒരു ദുരൂഹതയും രാഹുൽ ഈശ്വർ കാണില്ല. അങ്ങനെ പറയുന്നവരൊക്കെ നാണം കെട്ടവരാ. ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ഉണ്ണി സാറ് പറയുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നും ബാലഭാസ്കറിനെ ഓർക്കാനെന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയാണ്, വിഷമമാണ്, അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളും. അത് ഉൾക്കൊണ്ടിട്ടാണ് രാഹുലെ സംസാരിക്കുന്നത്, അത് ഉൾക്കൊണ്ടിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. രാഹുൽ മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയത്തിലും രാഹുൽ മാത്രമേ പ്രതികരിക്കാനുള്ള അവകാശമുള്ളൂ. നിങ്ങൾ TV ചാനലിൽ പോലും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രതികരിക്കുന്നു, ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ആ വ്യക്തിമായ ആളുകളിൽ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നതാണ്. ബാക്കിയുള്ളവരാരും ഒന്നും മിണ്ടാൻ പാടില്ല, ദുരൂഹതയുണ്ടെന്ന് പറയാൻ പാടില്ല. വേട്ടക്കാർക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരയുടെ ഭാഗത്ത് ഗൂഢാലോചന, ഇരയുടെ ഭാഗത്ത് ദുരൂഹത, ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരാം. ആ മാതാപിതാക്കളുടെ വേദനയെക്കുറിച്ചാണ് ഇതിന് മുന്നേയുള്ള വീഡിയോ ഇത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. അവർ നീതി അർഹിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ, അതിനുവേണ്ടി ലക്ഷ്മി സംസാരിക്കണമെന്ന് പറഞ്ഞു. ലക്ഷ്മി സംസാരിച്ച ശേഷം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ലക്ഷ്മി സംസാരിച്ചു, അത് അവരുടെ വേദനയെ കാണിക്കുന്നു. ആ ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ ഗുണം അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. പക്ഷേ ബാക്കിയുള്ള വിഷയത്തിൽ ദുരൂഹതകൾ അവശേഷിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യം ഇതാണ്, ആ മാതാപിതാക്കൾ അതിലൊരു നീതി അർഹിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. രാഹുൽ പിന്നെ എന്തിനാ ചെയ്യുന്നത്? ഞാനൊരു പ്രിജഡിസ്റ്റിക് ആയിട്ട് ഈ വിഷയത്തിലൊന്നും പറയുന്നില്ല. രാഹുൽ ഒന്നുകൂടെ ബാക്കിയുള്ളവർ അപമാനിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്? ഒരു മാന്യതയില്ല എന്ന് തന്നെ വിചാരിക്കും. പക്ഷേ അതിന് മാന്യതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും സംസാരിക്കുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാരൻസിനെ അവർക്ക് നീതി ലഭിക്കണം, ആ ദുരൂഹത, അതേപോലെ കോടതി ഉന്നയിച്ച ദുരൂഹത, ആ ദുരൂഹതയെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അത് മാനക്കട തോന്നുമെങ്കിൽ അങ്ങനെ. എന്നിട്ട് രാഹുൽ പറഞ്ഞ കാര്യമാണ് യൂട്യൂബിൽ റീച്ച് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന്. ആണല്ലോ രാഹുൽ ഉളുപ്പുണ്ട് ഇത് പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ ടൈലന്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അന്യഗ്രഹ ജീവികളാണ്. ഇതിനെക്കുറിച്ചൊരു നാസ അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്നു. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെ ഇരിക്കുന്നു? എടോ, ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് പോലും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ളത്. കമന്റിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലേക്ക് ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടി അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലായി. എന്തിനാണ് ഈ ലൈക്കും ഷെയറും ഒക്കെ ചോദിച്ചു മേടിക്കുന്നത്? അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. എങ്ങനെ ഇരിക്കുന്നു? പ്ലീസ് കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ. ആരാടോ ഇപ്പോൾ ഈ വിഷയം വിട്ടിട്ടപ്പോൾ കാശാക്കുന്നത്? ഈ വിഷയത്തിൽ ചെയ്ത ഒരു വീഡിയോയിൽ പോലും, അല്ലെങ്കിൽ എൻ്റെ ഭൂരിഭാഗം വീഡിയോയിലും, റിയാക്ഷൻ വീഡിയോസിൽ ഞാൻ പോയിട്ട് ആരോടും ഏതെങ്കിലും ഒരു പ്രമാദമായ വിഷയമാണ് അതിനിടയിൽ പോയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാറില്ല. അഭിപ്രായങ്ങൾ പറയും. അത് നിങ്ങൾ പറയുന്നത് പോലെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത്, എന്താണ് ആളുകൾക്ക് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ്. ബാക്കി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ ആദ്യം സ്വന്തം കണ്ണിലെ കരടൊന്നെടുക്കണം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.